രാജസ്ഥാനിൽ കുഴൽക്കിണറിൽ വീണ 3 വയസ്സുകാരി മരിച്ചു. 10 ദിവസം നീണ്ട രക്ഷാപ്രവർത്തനത്തിന് ഒടുവിലാണ് കുട്ടിയെ പുറത്തെത്തിച്ചത്. നിതിൻ അംബുജൻ വിവരങ്ങൾ നൽകാനുണ്ട്. നിതിൻ, നമ്മളെല്ലാം പ്രാർത്ഥനയോടുകൂടി കാത്തിരിക്കുകയായിരുന്നു ആ കുഞ്ഞ് ജീവനോടെ തിരികെ കിട്ടണം ആ കുഞ്ഞിനെന്നുള്ളത്. ഇപ്പോൾ അതിൽ നമുക്ക് വേദനിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. നിതിൻ, എന്താണ് ഇതിൻ്റെ മറ്റു വിവരങ്ങൾ? ഗോപി പറഞ്ഞ പോലെ തന്നെ ഏറെ വേദനിപ്പിക്കുന്ന ഒരു വിവരം തന്നെയാണ് രാജസ്ഥാനിലും പുറത്തു വന്നിരിക്കുന്നത്. ഡിസംബർ 23-നാണ് കോട്ട്പുത്ലി എന്ന പ്രദേശത്ത് അച്ഛനോടൊപ്പം കൃഷിയിടത്തേക്ക് പോയ പെൺകുട്ടി കുഴൽക്കിണറിൽ വീണത്. ഏതാണ്ട് 700 അടി താഴ്ചയിലുള്ള കുഴൽക്കിണറിലാണ് വീണത്. 150 അടി താഴ്ചയിൽ കുട്ടി തങ്ങി നിൽക്കുകയായിരുന്നു. അതിനുശേഷം പലതരത്തിലുള്ള ശ്രമങ്ങൾ രക്ഷാദൗത്യ സേനയുടെ ഭാഗത്തും നടന്നു. SDRFും NDRFും സ്ഥലത്തെത്തി സമാന്തരമായ ഒരു കുഴി കുഴിച്ച് കുട്ടിയെ പുറത്തെത്തിക്കാനുള്ള ശ്രമം നടന്നു. പക്ഷേ കുഴിയുടെ ദിശ ആദ്യം ഒന്ന് മാറിപ്പോയത് രക്ഷാപ്രവർത്തനം വൈകിപ്പോയി. പിന്നീട് മറ്റു പല ഉപകരണങ്ങളും എത്തിച്ചാണ് സമാന്തരമായ ഒരു കുഴി കുഴിച്ചത്. എന്നിട്ടും കുട്ടിക്ക് വേണ്ട വിധത്തിൽ ഭക്ഷണമോ അല്ലെങ്കിൽ വെള്ളമോ എത്തിക്കാൻ കഴിയാതിരുന്ന സാഹചര്യം ഇതിനെ രക്ഷാപ്രവർത്തനം തിരിച്ചടിയായി. അങ്ങനെ 10 ദിവസം നീണ്ട രക്ഷാപ്രവർത്തനമാണ് നടന്നത്. ഇന്ന് രാത്രി വൈകിട്ട് ഏതാണ്ട് ഒരു 6 മണിയോട് തന്നെ കുട്ടിയെ പുറത്തെത്തിച്ചു. പക്ഷേ കുട്ടിയെ പുറത്തെത്തിക്കുമ്പോഴും ചേതന എന്ന 3 വയസ്സുകാരി ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ ആശുപത്രിയിൽ എത്തിക്കവേ കുട്ടി മരിച്ചു എന്ന വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. എന്തായാലും ഏറെ വേദനിപ്പിക്കുന്ന സംഭവമാണ്. കഴിഞ്ഞ 3 ആഴ്ചക്കിടെ രാജ്യത്ത് ഏതാണ്ട് ഇത് മൂന്നാമത്തെ സംഭവമാണ് രാജ്യത്ത് നടക്കുന്നത്. രണ്ടിടങ്ങളിൽ, രാജസ്ഥാനിൽ തന്നെ 2 സമാനമായി തന്നെ കുഴൽക്കിണറിൽ വീണ് കുട്ടികൾ മരിച്ചിരുന്നു. മധ്യപ്രദേശിൽ കഴിഞ്ഞ ആഴ്ചയാണ് ഒരു കുട്ടി മരിച്ചത്. അങ്ങനെ ഈ കുഴൽക്കിണറിൽ വീണ കുട്ടികൾ മരിക്കുന്ന നിത്യസംഭവനെ തന്നെ ഇപ്പോഴും ഉത്തരേന്ത്യ സംസ്ഥാനങ്ങൾ തുടരുന്നുണ്ട്. എന്തായാലും ഏറ്റവും ഒടുവിലായി 3 വയസ്സുകാരെ ചേതനയാണ് കുഴൽക്കിണറിൽ വീണ് മരിച്ചെന്ന ഏറ്റവും ദുഃഖകരമായ ഒരു വാർത്ത ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കാനുള്ളത്. ഗോപി, ശരി, നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത്.